ഡാഡി ഡാഡി അപ്പൊ ഡാഡി പോയിട്ട് വരാം. ഡാഡി പോയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഉന്നോട് മലേഷ്യയിൽ എന്ത് ലെവൽ ഓഫ് അബ്യൂസ്. മുടിഞ്ഞു പോവിടെ പെണ്ണ് ആണ് കെട്ടാതെ. അപമാനമായി പോലോടാ, അപമാനം. വിഷമമായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. സത്യം എനിക്ക് നിന്നെ ഇടിച്ച ഉപ്പുവെള്ളത്തിൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനൊന്നും പറഞ്ഞാ പറയാ. ഇതുണ്ടല്ലോ, ഇത് എലീന്ന് അവനെ ഒന്ന് പിക്ക് ചെയ്യണം ആരെങ്കിലും. അവനെ ഒന്ന് പിക്ക് ചെയ്യണം ഞാൻ കാര്യം പറയട്ടെ. ഇത് ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ആയടാ. എന്നിട്ട് ആരായിട്ട് വീട്ടിൽ ഇറക്കി വിടുന്നത്? ഇങ്ങനെ ഇറക്കി വിട്ടാണ് നമ്മളായിട്ട് ഇറങ്ങി പോകുന്നത്. കല്യാണവും കളാണം കൊണ്ട് വന്നേക്കുന്ന ഓരോ തോന്മാര് ഇനി ജീവിതത്തിൽ നോക്കി എന്നെ കിട്ടത്തില്ല ഒരിക്കലും. ഞാൻ വിഷമായടാ മോനെ നിനക്ക്? ഞാൻ എന്നെ കിട്ടത്തില്ല ജോക്കി. പിന്നെ ജോക്കിക്ക് എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമാണ് ജോക്കിക്ക് നടക്കണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തെടുക്കാൻ റെഡിയാ. ഇതിന്റെ ക്ഷീണം ആദ്യം ഒന്ന് മാറട്ടാ. ഈ പെണ്ണിന്റെ വാ പറഞ്ഞാൽ തന്നെ എന്ത് പാടേ ഇത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? എലീന് മാറ്റിട്ട് പൂതനാന്നല്ലോ ആക്കണം അവളുടെ പേര്. സത്യം അവളുടെ മോന്ത കാണുമ്പോഴേ അവളുടെ മനുഷ്യനോ ചെകുത്തേട് വരെ സത്യം ഒന്നും പോലുമില്ല. പുള്ളി സാധാരണ എന്തേലും പറയണതാ. ഇതങ്ങ് പോയെന്നേ, മൂടങ്ങ് പോയി. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചെന്നറിയോ? സിറ്റി മൊത്തം അറിയുന്ന ഒരു കല്യാണം, ഒരു എൻഗേജ്മെന്റ്. ചൂക്കി ഞാൻ എത്രായിരം കോടിയുടെ ഫ്ലെക്സും പരിപാടിയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അറിയോ? വേറൊരു കാര്യം ശ്രദ്ധിച്ചു, സദ്ഗുരു അവസാനം പറഞ്ഞു വന്നത് 3500 കോടി രൂപയും 3 വീടുവാ. മനസ്സിലായോ? എടാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ബാക്കിയുള്ള കുടുംബക്കാർ മൊത്തം മറ്റേ ഡ്യൂപ്പുകളാന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കുടുംബം. അങ്ങനത്തെ ഒരു കുടുംബത്തിലോട്ട് എന്റെ ചെറുക്കനെ കെട്ടിച്ചോടാൻ എനിക്ക് സൗകര്യം. ഞാൻ വെളിയിലോട്ട് പോയപ്പോഴേ ഒരുത്തി എന്റെ മുന്നിൽ കൂടെ സംസാരിച്ചോണ്ട് പോവാണ്. ബർത്ത്ഡേ ആയിട്ടാണോ അഭിനയിക്കേണ്ട കല്യാണമായിട്ടാണോ അവർക്ക് അറിഞ്ഞൂടെ എന്തിനു വന്നതാണെന്ന്. മനസ്സിലായി? എനിക്ക് ഇപ്പോഴും അതൊക്കെ റിലേറ്റ് ചെയ്തത് എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഇവിടെ അറിയാം, ചിലപ്പോ മേ ബി ഈ എലിയില്ലേ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് അഭിനയിക്കാനും നടക്കുന്നുണ്ട്. സൺഡേ സാറ്റർഡേ സ്കൂളിൽ പോകണ്ടല്ലോ. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് നോക്കി. ഇത് അത് തറവാടൊന്നും അല്ലത്. അത് തറവാടേ അല്ല. ഇവിടെ മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ടുണ്ടോ? മിസ്റ്റർ എക്സിനെ കാണാൻ പോണെന്ന് പറഞ്ഞത് നമ്മുടെ ബിസിനസ് എങ്ങനെ? ഞാൻ ഇതാണ് പറഞ്ഞത്, പെണ്ണും കോപ്പൊന്നും വേണ്ട, ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന. ഞാൻ കേക്ക് ഒന്ന് വിളിക്കട്ടെ ജോക്കി. കേക്ക് ഒന്ന് വിളി. ആണ്ട എലി വിദ്യാലയം കേക്ക് ഇല്ല ജോക്കി, ഇന്ന് പോയി. ജോക്കി നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ പോയി. നല്ലൊരു ഐഡിയാണ് ജോക്കി. വേണ്ട ജോക്കി, ജോക്കിയുടെ ആരോഗ്യം ഇപ്പം മോശമായിട്ടിരിക്കുക. ഇവനെ പോലത്തെ യുവമാർക്ക് വേണ്ടിട്ട് നമ്മൾ ആരോഗ്യം കളയണം. എന്തിനാണ്? വിഷമം വരുമ്പോ കുടിക്കാനാണോ വേണ്ടത്? ഒരു വാറായാലോ ആരെല്ലാം പറക്കിട്ട് നല്ലതാ. ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് ആദ്യം അറിയാം. എനിക്ക് ഭയങ്കര അബ്യൂസ് ആയി പോയി. ഇത് നമുക്ക് ലെവൽ ഓഫ് അബ്യൂസ് ചെയ്യാൻ പോലും പറ്റണില്ല. ഇത്ര ഇൻസൾട്ടഡ് ആയിട്ട് ഒരു വീട്ടിൽ പോകേണ്ട വന്നിട്ടില്ല. ടിവിയേക്ക് എന്തൊക്കെ പ്രതീക്ഷയാണെന്നറിയോ? ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മിനിറ്റ് ജോക്കി. എന്റെ ആരും ചത്താടാ. അമ്മ കേട്ട ഫോൺ സ്പീക്കർ വേറെ പാണ്ടിപ്പടത്തിൽ പോയിട്ട് വന്ന ഫീൽ ഉണ്ട് നമുക്ക്.
പെരിയപ്പയും താത്തയും മാമനാരും അർജുനരും എന്തുവാ ഇത്? പെരിയപ്പ. സൂര്യത്തൂർ അലീന ഞാൻ പോവാണ്. ഹലോ ഹലോ ആ അലീന, അടുത്തിരുന്ന് ആരൊക്കെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒന്ന് മാറിക്കോ അലീന. അലീന ഞാൻ ഇവിടെ ഇരിക്കുവാ. പറഞ്ഞോ. ആ അലീന, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അലീന. ഞങ്ങൾ എന്ത് പ്രതീക്ഷയോടെ അലീനെ ഇനി എന്റെ മുന്നിൽ കാണരുത് മോളെ. ഒരു 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 രൂപം ഉണ്ടായിരുന്നു. ഇനി അത് ഉടഞ്ഞു ഇനി കാണരുത്. അത് വീണുടഞ്ഞ അലീന. ഇനി എനിക്ക് ഓക്കെയാ. ചന്ദ്രൻ പറഞ്ഞ എനിക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമ്മളെ കണ്ടിട്ട് മായാവിലെ ലുട്ടാപ്പിയായിട്ട് തോന്നുന്നുണ്ട്. കുന്തോം ജോക്കി ഓക്കെ അല്ലെന്ന് പറഞ്ഞു ജോക്കി. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമുക്ക് ഓക്കെ അല്ല. എനിക്ക് ഓക്കെ അല്ല. കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഓക്കെ അല്ലല്ലോ അല്ലെങ്കിലോ? ആ എന്റെ ചെറുക്കൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല. ഞങ്ങളെ എന്ത് പ്രതീക്ഷയോടെ അലീന അവിടെ വന്നതെന്നറിയാവോ? അതെ, ഈ മനുഷ്യനെ ഞാൻ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ട്. ഇല്ല സോറി വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്കൊരു താങ്ക് യു പറയണോ അലീനയുടെ അടുത്ത്? ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് എനിക്ക് ഒരാളെ ഡാഡി എന്ന് വിളിക്കാൻ പറ്റി. എനിക്ക് ആ ഡാഡിയെ കണ്ടപ്പോ എന്റെ ഡാഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിലൊരു വഴക്കുണ്ടാക്കാതെ ഞാൻ ഇവിടെ വന്നത്. അതെ, ഒരു അച്ഛനകത്ത് സ്നേഹം 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് കിട്ടി. എനിക്കത് കിട്ടി അവിടെ. ഇനി ഞാൻ ഈ കാര്യം സംസാരിക്കാൻ അലീനെ വിളിക്കില്ല അലീന. ഇല്ല അലീന. ഞാൻ ഇപ്പോഴും പറയാ അലീനെ ഇല്ല. മനസ്സിലായോ? അലീനെ ആദ്യം നിന്റെ ചേച്ചിന്നും പറഞ്ഞിരിക്കുന്ന ആ കടവാവലിനെ പിടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്. അവളില്ലായിരുന്നെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ നിന്ന് സോർട്ട് ഔട്ട് ആക്കിയേനെ. ആ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണോ? അത് കുശുമ്പും പരദൂഷണവും പുന്നായ്മയും. ആടുണ്ട്, മാടുണ്ട്, കാടുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്. അവിടെ കണ്ടില്ലല്ലോ ഒരു പൂച്ച കുഞ്ഞെ പോലും. ഒറ്റ നേരം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാരും പോയി. ആ കൈരിപ്പുണ്ട്. ചന്ദ്രന്റെ സുഖമാണല്ലോ അല്ലേ? ഇത്രയും ചെയ്ത് വെച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ? ബ്ലെയിം ഗെയിം ഒന്നും ഇറക്കല്ലേ മോളെ. നമ്മള് കൊറേ കണ്ടിട്ടുള്ളതായിരുന്നു. മനസ്സിലായോ? മുണ്ട് കൊടുത്തോണ്ട് കടം. ഒന്നും പറയാനില്ല അലീന. നീ ഒന്നും പറയാനില്ല. ശരിയെന്നാ, ഒന്നും പറയാനില്ല. ബൈ, ടേക്ക് കെയർ. ഡാഡിയെ നന്നായിട്ട് നോക്കണേ. ഐ ലവ് യു ഡാഡി. ആദ്യം അച്ഛനടുത്ത് തൈലം കയറുന്ന നീ പെണ്ണുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇടുന്നേ. ആ ചന്ദ്ര വന്ന് കേറേ. കൈയും പൊക്കി നടക്കുന്ന കൈവച്ചല്ലേ ഇറങ്ങിയത് പറയാനുണ്ടോ എന്തേലും? അടുത്തോട്ട് എല്ലാം പറയും. പറഞ്ഞു കൊല്ലാൻ പോണെന്ന്. പെട്രോൾ അടിക്കുവാടി വീട്ടിൽ സീനാതാണ് പോയി. ചന്ദ്ര, നിന്നെ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു നീ. നിങ്ങൾക്ക് നല്ല രീതിക്കാണ് നിന്നെ നോക്കിയത് നമ്മള്. നിനക്ക് എന്തിനേലും കുറവുണ്ടാക്കിയിട്ടുണ്ടോടാ ഞാൻ ഇത്രയും നാളെ? എന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂം ഞാൻ തന്നിട്ടുണ്ട്. അത് നിനക്ക് മാത്രം. പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞങ്ങൾക്ക് ലിവിംഗ് ടുഗദർ ഓക്കെയാണ്. അത് ഓക്കെയാണോ? കയ്യെ ഒടിച്ച് കാല് ഒടിച്ച് മൂലക്കിടും. മനസ്സിലായോ? എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഞാൻ എന്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കും. നിനക്ക് ഓക്കെയാണോ? എന്നാ ഞാൻ അണ്ണനെ വെക്കും. അണ്ണന് കുഴപ്പമുണ്ടാ? എടാ നിനക്ക് ഇതൊക്കെ തമാശയായിരിക്കോടാ. നിനക്ക് തമാശയായിരിക്കും. നിന്റെ വിചാരം എന്ത്? നമ്മള് തമാശക്ക് വേണ്ടി അവിടെ പോയിട്ട് തിരിച്ചു വന്നോ? ചന്ദ്ര നല്ല വിഷമമുണ്ട്. എന്താ സീരിയസ്ലി ഞാൻ പറയുക. ജോക്കി ആ കല്യാണത്തിനടുത്ത് ഇതിനടുത്ത് ഗോൾഡും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചു അയക്കുവാണേ. എല്ലാം തിരിച്ചയക്കി. എടാ ചന്ദ്ര, നിന്റെ വിചാരം എന്താ? നമ്മൾ തമാശക്ക് പറയുന്നത്. സീരിയസ് ആയിട്ട് സമയത്ത് ചെന്നിട്ട് നീ ഒരുമാതിരി നീ എന്താണ് നിന്റെ വിചാരം? നമ്മൾ തമാശക്ക് നമ്മള് 2500 പേർക്ക് ഓർഡർ ചെയ്ത ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തേരാ. അണ്ണുവിന്റെ പിന്തുടർച്ചക്കാരനാവണം. എനിക്ക് പിൻഗാമിയാവണം അണ്ണുവിന്റെ.
നിനക്ക് പണ്ടേ പിൻഗാമി ആവാൻ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്. അതെ നമുക്ക് പെണ്ണ് കല്യാണം നമുക്ക് ശരിയാവില്ല നമ്മുടെ ഗ്യാങ്ങിന്. എനിക്ക് ഭയങ്കര ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യണ്. നമ്മുടെ ഗ്യാങ് എന്ന് പറയുമ്പോ നമ്മുടെ ഗ്യാങ് റിബൽ ഗ്യാങ് ആണ്. നമ്മുടെ പാട്ടിടാനൊന്നും പറ്റത്തില്ലേ നമ്മുടെ ഗ്യാങ്ങിന് പെണ്ണ് സെറ്റ് ആവൂലാണ്. ഒള്ളി ലൈവ് ബ്ലാസ്റ്റ്. ചന്ദ്ര സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറയട്ടെ. ചന്ദ്ര നിന്റെ വിചാരം എന്താ? നമ്മൾ അവിടെ പോയിട്ട് ഇൻസുലർ ആയിട്ട് വന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ല. ജോക്കി പണ്ടേ ഒരു ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ജോക്കി. അതെ, മുതുക്കി കൂടെ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഇടിച്ച് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് നടന്നിരുന്ന ഒരു കാലം. അന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ പേരിലും എനിക്കത് കണ്ട് സങ്കടമായതിൻ്റെ പേരിലും മാത്രമാണ് ഇവനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ എനിക്കും ജോക്കിയുടെയൊക്കെ വാക്കിനൊരു വില ഉണ്ടാവുമെന്ന്. അതില്ല ജോക്കി. എന്റെ റൂം തുറന്ന ഒരാളും വരരുതേ, എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ചുണ്ണിപ്പടയായിട്ട് ചെറുതായിട്ടൊന്ന് വരുത്ത കേട്ടാ. ചുമ്മാ ഇടിച്ചോണ്ടിരുന്ന കൂട്ടത്തില് ഒരു വണ്ടി. അപ്പൊ ഞാൻ വേറെ വണ്ടിയോട് പോയി ചോദിച്ചു. നിന്റെ കണ്ണിന് എന്താ പ്രശ്നം പറഞ്ഞ അവൻ കൊണ ചുണ്ണിപ്പട. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നം ശരിയാക്കി തരാൻ ചോദിച്ചു. അപ്പൊ എന്തോ കൊണച്ച് നീ പോയി കിടന്നോ പോലെ ഞാൻ പറഞ്ഞു പൊളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് സിറ്റുവേഷൻ എടുക്കുന്നത് പറഞ്ഞ് പേടിച്ചങ്ങ് 3-4 പ്രാവശ്യം ഇടിച്ചോണ്ടാ ഞാൻ ചോദിച്ചത്. ഒരു പ്രാവശ്യം ഇടിച്ചാ രണ്ടാമത്തെ പ്രാവശ്യം അവര് കൊറേ ദിവസം ഇങ്ങനെ തന്നെ ഇതേ പരിപാടി. ഹലോ പറഞ്ഞോ. അമ്മ എവിടെ കിടന്നേ? ഈ കഴിയുള്ളതുകൊണ്ടാണ് കല്യാണം കഴിച്ചു തരാന്ന് പറഞ്ഞത്. കിടന്നിങ്ങട് കൊടുക്കാനാ? എനിക്ക് ബാത്റൂമിലെങ്കിലും കുറച്ച് സമാധാനം തരണം പ്ലീസ്. ഇങ്ങോട്ട് വരരുത്. നിങ്ങളെല്ലാരും എവിടെയാണ്? എടാ എന്താ സിറ്റുവേഷൻ വല്ലതും ആയോ? കൊണച്ചായിരുന്നു. എന്ത് ഇന്നിപ്പോ എടുക്കാൻ സമയമില്ലല്ലോ. ഇനിയിപ്പോ സമയമുണ്ടോ? ചുണ്ണികള് നല്ല ദിവസമായിട്ട് മിസ്റ്റർ എക്സ് ഇല്ല ബ്രോ. മിസ്റ്റർ എക്സ് ഇല്ല. ഒരു 2-3 ദിവസം മുമ്പുണ്ടല്ലോ നല്ല രീതിയിൽ കൊണച്ചായിരുന്നു. ഇവൻ ബെല്ലാരി കളിച്ച കഥയൊക്കെ അവന്റെ അടുത്തൊന്ന് പറയാ. ആരാ? അത് കൊടുക്ക. ഇന്ന് 5 പേര് 2 പേരെല്ലാം കാണുള്ളൂ അമ്മാര്. ഇന്നോട്ട് പോലെ സിഗ്മ ആയിരിക്കും. ചന്ദ്ര ഇനി അലീനയുടെ കാര്യം ഞങ്ങളുടെ അടുത്ത് മിണ്ടരുത് നീ. മനസ്സിലായ? അത് തീർന്നു, അത് കഴിഞ്ഞു. മനസ്സിലായല്ല? ആ ചാപ്റ്റർ ക്ലോസ്ഡ്. കേട്ടല്ലോ? ഇനി നിന്റെ കല്യാണം വളയാക്കി ഇട്ടിരിക്കണേ. സിൽക്കിന്റെ ഷർട്ടും മുണ്ടും കളവാണം എടുത്ത് വന്നിരിക്കണ്. ചന്ദ്രു സാബ്ഗുരു നിങ്ങൾ എന്തായിരുന്നു
നിങ്ങൾ എന്തായിരുന്നു പരിപാടി? അകത്തെന്തായിരുന്നു പരിപാടി? ആ. ആ. ഷർട്ടും ആ, ചന്ദ്രൻ സത്യം. വാസന്റെ അടുത്തൊന്ന് പറയാം, വാസന്റെ അടുത്തൊന്ന്, വാസന്റെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാ? വാസുടാ. ആത്തോണ്ട്. ഹലോ പറ ബ്രോ. വാസുടാ. സാബ്ഗുരു. സാഗുരു പറ. ആ, ചന്ദ്രനെ അമ്മിന്റെ ആവശ്യം 1000 CR വായിച്ചിട്ടുണ്ടായിരുന്നേ. വാസുടനോട് ചോദിക്കാനാ പറഞ്ഞത്. ചന്ദ്രൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ തന്നെ വാങ്ങിക്കണം സാഗുരു. എന്റെ 5 പൈസ ഇല്ല. വാസനുണ്ട്, കള്ളം പറഞ്ഞ കണ്ണ് താഴെ. കണ്ണ് നോക്കിയേ. കണ്ണ് താണ്ടിട്ടാണല്ലോ ചന്ദ്രൻ. ഇപ്പുറത്ത് ഓടെ നോക്ക്. ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നേ? ആൾക്ക് നാട് മൊത്തം പറ്റിച്ച ജീവിക്കുന്നേ, നാട് മൊത്തം. നാട്ടുകാരെയും വീട്ടുകാരെയും കണ്ണു പോലും ഇല്ലാതെ വന്നിട്ട് പറയാ കണ്ണില്ല, കള്ളം പറയാ കണ്ണ്. അണ്ണാ മീനുകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻകുട്ടിയെ വിളിച്ചോളാം. എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല. ഇനി ആ കൊച്ചിനെ കൂടെ കൊണ്ടുപോയി ആ അബ്യൂസ് ചെയ്യാൻ മേടിച്ചു കൊടുക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞു. പിന്നെ കൊച്ചുകുട്ടിയല്ലേ, എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവാതെ പറഞ്ഞില്ല. പിന്നെ വേറെന്തോ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ദർശനയുടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മീനുകുട്ടി ഇരുന്നിട്ട്. എന്താണ് ആ കുട്ടിയോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്, ദർശനയായിട്ട് ഇപ്പൊ ഭയങ്കര ഇതിലാണെന്ന അങ്ങനെ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതെ അതൊക്കെ ഭയങ്കര എന്തൊക്കെയാണല്ലേ. താല്പര്യമാണല്ലോ സംസാരിക്കാൻ. അല്ല എന്തൊക്കെ കാര്യങ്ങളല്ല എണ്ണ കൊച്ചിനോട് പറഞ്ഞു വരുത്തുന്നത്. സത്യം പറഞ്ഞു ഞാൻ അപ്പോളേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സത്യം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം വരണ്ട. ഇന്നത്തെ ഈ പെണ്ണ് കാണല് സെറ്റാക്കി തന്നിട്ടോ പെട്ടെന്നാട്ടെ. അത് സെറ്റ് ആക്കുമല്ലോ. കുറച്ച് ദിവസം വേണ്ട. എല്ലാം കൂടെ പ്രശ്നം എടുക്കണ്ട. പ്രശ്നം വേണ്ട. രാവിലെ ഇരുന്ന് ചെയ്ത അത് കുഴപ്പമില്ല. അതാ പറഞ്ഞ പ്രശ്നമായിട്ട് ചെയ്യണ്ട. കുറച്ച് ദിവസം വരണ്ട. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവന്റെ പേരിലൊരു കണ്ണ് വേണം കേട്ടാ. ഉറപ്പായിട്ടും. നിനക്ക് നേരെ നോക്കാൻ തന്നെ 2 കണ്ണുണ്ടോ നിനക്ക്? നിനക്ക് പെണ്ണുങ്ങളും ഇങ്ങനെ താല്പര്യമില്ല. നമ്മള് ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുവല്ലേ, അപ്പൊ പെണ്ണുങ്ങൾ ടൈം ഒന്നുമില്ല. ഞാനും ഗ്യാങ്ങിന് വേണ്ടിയാണല്ലോ നിക്കുന്നത്, എന്നിട്ട് എനിക്ക് പെണ്ണ് വേണമല്ലോ. വിട്ടുവേടല്ലേ? പിന്നെ അവിടെ ലക്ഷ്മി കൊള്ളായിരുന്നു എന്നാ. പിന്നെ പോട്ടെ. ഇത് ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നോ? ഓ റൂമേഴ്സ് ഒക്കെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലേ. ഇതൊരു നാണോ അവന്. അതെ, നാളെ മറ്റേ മിസ്റ്റർ എക്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ബിസിനസിന്റെ കണക്കുകൾ കാണിക്കേണ്ട ദിവസം നാളെയാണ്. മനസ്സിലായോ? ഓക്കെ ഷുവർ, നമുക്ക് ഡീൽ ചെയ്യാൻ ചോക്കി. ഞാൻ ഇതിൽ നിന്ന് മെന്റലി ഞാനൊന്ന് റിക്കവർ ആവുന്ന എനിക്ക് ചെറിയൊരു ടൈം വേണം. നാളെ തന്നെ നമുക്ക് പോവാം. ജോക്കി ഹലോ ജോക്കി. വിഷമത്തെ തള്ളിയതാ പറ. പാട്ടൊന്നും വെക്കാൻ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല ഫോണിലല്ലോ. ഒരു ഓപ്ഷനും ഇല്ല. കാര്യം പറയട്ടെ, നമ്മൾ ഇനി ഇത് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവളുടെ ഇതൊന്നും കാര്യമില്ല. നമുക്ക് ഇനി ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. ചന്ദ്ര എന്തി പയ്യന് വിഷമമായോടാ? അവൻ എന്ത് വിഷമവൻ? അവൻ കള്ളൻ. വിഷമായതല്ലേ എനിക്കല്ലേ ജോക്കി? എനിക്ക് എന്തൊക്കെയാ പോയതെന്ന്. എനിക്കൊരു ഡാഡി പോയി, എന്റെ അഭിമാനം പോയി. ഡാഡിയെ കിട്ടുമായിരുന്നെങ്കിൽ, നിനക്കൊരു ഡാഡിയെ അത്ര താല്പര്യം ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവിടെ നിന്നിരണം. നാണം കേട്ടിട്ടായാലും അത് ഞാൻ നടത്തി തന്നെടാ. ഇല്ല നോക്കി, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോണ്ടതൊക്കെ പോയി, നമ്മുടെ അഭിമാനവും ഡാഡിയും. അല്ല, അവന്റെ ചെറുക്കൻ ഓക്കെ അല്ലേ? അവൻ ഓക്കെ അല്ലേ? അത് മതി. പോട്ടെ ഡാഡി. ഞാൻ പോകണം. നാളെ മറ്റേ മറക്കല്ല മിസ്റ്റർ എക്സ് മീറ്റിംഗ് ഉണ്ട്. മൂവി അല്ല, ഗോകു. ഗോകു ബൈ. മെസ് ബോയ്. ജോക്കി ഒന്ന് ചാടിയിട്ട് പോവോ? ഒന്ന് ചാടിയാൽ ജോക്കി തന്നെയാ പോണ ജോക്കി. ചാടണോ?
ജോക്കി അങ്ങനല്ല, അതായത് ഓക്കെ ഇത് കണ്ട ഇത് നോക്കി ഓരോരോരോ കഴയന്മാരുടെ കഴ കാണണേ. ജോക്കി എന്നിട്ട് കുറച്ച് വ്യായാമത്തിൽ ഫോക്കസ് ചെയ്യണം. ശരി. ഹലോ പുറത്താക്കി. ജാക്കി, ഹലോ ഹലോ നാളെ സംസാരിച്ചാൽ മതിയാ? ഹലോ ആരാ? സജിയാണോ? ബിസിയാണോ? അല്ല പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ ബ്രോ, നാളെ കാണാം. ഇന്ന് ഞങ്ങൾ കുറച്ച് മൂടൗട്ടാ. നാളെ കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാളെ വരുമ്പോ വിളിച്ചാൽ മതി. ഞാനൊരു 10 കാലാവുമ്പോ എത്തും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാണാം കാണാം. ഓക്കെ 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 സാർ. ഓക്കെ സാർ. ഓക്കെ. ഇവനെന്ത് ഇവളുടെ വീട്ടിൽ നിന്ന് നാണം കേട്ട് ഇറങ്ങി വന്നിട്ട് അവളെ പന്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ? എന്താണ് സംസാരിക്കുന്നത്? പിന്നെ ജാക്കി വെക്കുന്നവരും പറഞ്ഞു. ഓക്കെ ശരി. ഒരു നാണം ഉണ്ടോ നോക്ക് അലവലാതിക്ക്. ശരി ഡാഡി. എന്താണ് ഡാഡി പോവാന്ന് പറഞ്ഞത് വിളിച്ച ഡാഡി പോവാന്ന്. ഡാഡി തിരിച്ചു പോവാന്ന്. കല്യാണം ഇല്ലാത്ത. എടാ നാണം ഉണ്ടോടാ ഉളുപ്പില്ലാത്തവനെ? നിന്റെ അവിടെ പോയി നമ്മള് നാണം കെട്ടിടുതാണ്ട ഇവനും എനിക്കും ഒരു ഇതാണ്ട ഫോൺ 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 പോണം. ഹലോ അതെ, ആരാണ്? ഓർമ്മയുണ്ടോ? അയ്യോ ഇല്ല. അവര് പഴയ സുഹൃത്താണ്. റെബേക്ക? വാസുണ്ണ എന്റെ അമ്മോ, എപ്പ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളു. ആണാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട അണ്ണാ. എവിടെ ഉണ്ട്? ഞാൻ ഒരു നീലക്കുയിലിന്റെ കൂടെ ഉണ്ട്. നീലക്കുയില? കുട്ടിയുടെ പേരെന്തായിരുന്നു? സോറി, നിരുപമ. ഇന്ന് ഇവിടെ ജോക്കി ഉണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി. ഇന്ന് തന്നെ ഒരു പെൺപിള്ളേരുടെ ഒരു ചെറിയ സീൻ പറഞ്ഞ് ഇവിടെ മുട്ട അടിയായിട്ടിരിക്കുക. ഇന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടം പ്രശ്നമാണ്. നാളെ അണ്ണം വരുമ്പോ വിളിച്ചാൽ. ഇതാണോ നമ്പർ? ഇതാണ് നമ്പർ. ഓക്കെ റബേക്ക, സെറ്റ്. എന്റെ അമ്മോ, റബേക്ക എന്താടാ ഒറ്റ ഫോണൊക്കെ വിളിച്ച് നടക്കുന്നേ? എന്നെ ഒരു പഴയ കൂട്ടുകാരി വിളിച്ചതാ. കൂട്ടുകാരി? വർഷങ്ങൾക്ക് മുമ്പ് പോയതാ. ഇപ്പഴാ വരുന്നേ. റബേക്ക മോർണിംഗ് സ്റ്റാർ. നിനക്കൊന്നും അറിയാൻ വഴിയില്ല. പോയോ? പോയും തോന്നുന്നു. അറങ്ങി നിക്ക് അലമ്പുണ്ടാക്കല്ലേ ഇങ്ങളെ. സല്യൂട്ട് ചെയ്ത് നിന്നാ മതി കേട്ടാ. മുച്ചിരി അണ്ണ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ കമാൻഡ് പോലെ പറഞ്ഞു. ഹലോ അണ്ണാ. ഹലോ അണ്ണാ, ഒരു കാര്യം ഉണ്ടണ്ണാ. എന്ത് അണ്ണാ, ഇതിലില്ലേ 9000 ആർമർ 7000 ഹെൽത്തും ഉണ്ട്. ഞാൻ മറ്റേ പയ്യന്റെ മേടിച്ച. പക്ഷെ ഇത് മൊത്തം വെച്ച് ഇവന്മാര് തിന്നു അണ്ണാ, ഉറപ്പാണ്ണ. എത്ര നീ വെക്കേണ്ട സാധനം മേളോട് എടുത്തുണ്ടോ? ഞാൻ മേളിൽ എന്റെ റൂമിലുണ്ടാവും. അയ്യോ എടേ, പഴയ ഓജീസ് എല്ലാം കംബാക്ക് ആണ് കേട്ടോ. ബാർബിക്ക് ജോക്കി എന്തു പറ്റി? ഇത് ഹലോ ഹലോ ചേട്ടാ കോച്ചുണ്ടോ ചേട്ടാ? സോറി ചേട്ടാ, കില്ലുവയുണ്ടോ? കില്ലുവ ഇല്ല. ജോക്കി കില്ലുവ തിരക്കി ഏതോ പെങ്കൊച്ചു വിളിക്കുന്നു. ജോക്കി സ്പീക്കറിലിട്.
ഹലോ ഹലോ പറ. ചേട്ടാ കില്ലുണ്ടോ? കില്ലോ ചത്തുപോയി. ചത്തുപോന്നോ? എന്നെ കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു ചേട്ടാ. എനിക്ക് നാരദനെ നമ്പർ തന്നേ. വരുന്ന വഴിയാ തൂറ്റല് വന്ന് മരിച്ച്. 2 മിനിറ്റ് അയ്യോ ചത്തുപോയി. ശരി ചേട്ടാ, താങ്ക് യു. ശരി ശരി ശരി. ഇതിനൊന്നും അധികം സമയം കളയരുത്. വിളിച്ച ഉടനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ പറഞ്ഞാൽ മതി. മനസ്സിലായി? നിനക്ക് ഇത്ര നാളായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ല. എന്ത് തന്നെ വിളിച്ചത് പറ. ഡെയിലി ലവ് ലെറ്റർ കൊടുക്കും കോച്ചിന്. പറ 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 വാസു പറ പറ. അല്ല ഞാൻ ജോക്ക് ചെയ്തത് ഇതായിട്ടിരിക്കുന്ന അല്ല ഇന്നാണ് ഞാൻ ഇതായിട്ടിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ പെങ്കൊച്ചുങ്ങളുടെ സൈഡിൽ നിന്ന് പെങ്കൊച്ചുങ്ങളുടെ ആ. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഡാർക്ക് കിട്ടിയോണ്ട് നമുക്ക് ഒരു പെമ്പിള്ളാരോട് ഒന്ന് സംസാരിക്കാൻ പോലും സൗമ്യമായി സംസാരിക്കാൻ പോലും തോന്നുന്നില്ല. എന്റെ പകരം അറിഞ്ഞാ ഇവ എന്താ ഈ പരസ്പര ബന്ധമില്ലാതെ ആരോ ഏലിയൻസ് സംസാരിക്കുന്ന ഭാഷ സംസാരിച്ച് താഴോട്ട് മേലോട്ട് നടക്കുന്നേ. അത് ഇവന്റെ ഗ്യാങ് ഉണ്ടാണ്. ഇവന് പുതിയ ഗ്യാങ് ഉണ്ട്, മുച്ചിരി ഗ്യാങ്. മനസ്സിലാവുന്ന പോലും ഇല്ല എന്തൊക്കെ. അല്ല നിനക്ക് ഇത്രയും നേരം നീ ഭയങ്കര സങ്കടം പറഞ്ഞ് ഇപ്പോഴും സന്തോഷം എന്തോ നിനക്ക്? എനിക്ക് അങ്ങോട്ട് വിട്ടും പോകുന്നില്ലടി. എനിക്ക് വിഷമം മാറാതെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക ജോക്കി. സത്യം എന്താണ് ഇട്ട വളിയെ ആന പിടിച്ചാ കിട്ടോ? എന്റെ മന്ദാരം എന്തൊക്കെ ഇതാണ് മന്ദാരം. ഇത് എന്തൊക്കെയായിട്ടാണ് ഈ സാമ്യപ്പെടുത്തുന്നത്? വിട്ട വളിയോ വിട്ട വളിയോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? വിട്ട വളിയോ? അതല്ലൊരു എക്സാമ്പിൾ അല്ലേ? എന്തിനാ ജോക്കി പറയണേ? അല്ല ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? വിട്ട വളി പോലും. പിന്നെ അത് ഒരിക്കലും തിരിച്ചു തരാത്തൊരു സംഭവല്ല. അതല്ലേ പറഞ്ഞത്. അത് ഇതിനായിട്ട് ഉപമിച്ചല്ലേ ഞാൻ. അല്ല എനിക്കൊന്നും പറയല്ലടാ. ഇതിനകത്തൊന്നും പറയാനില്ല. എന്ത് പറയാൻ ഇതിനകത്തൊക്കെ? ഒന്നാമത് മനുഷ്യ മുമ്പിൽ തെറ്റിയിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നിട്ട് അണ്ണ ഒന്നും വിടണ്ണ, വിട്ട വളി പോയ പോലെ അല്ലണ, തിരിച്ചു കിട്ടത്തില്ല. എന്തരടാ ഇതൊക്കെ? അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്റെ ഗുഡ് എക്സാമ്പിൾ. പിന്നെ ഭയങ്കര എക്സാമ്പിൾ ആയി പോയി. ഇനി പറയല്ലേ. എന്തായാലും ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി എണ്ണിക്കട്ടെ ജോക്കി. ഞാനും പോയി ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. അവന്റെ വിട്ട വളിയും വിട്ട ഏമ്പൊക്കെ ഓരോരുത്തരെ ഗ്യാങ്ങി പിടിച്ചു വെക്കും. ഒരു സമയമില്ല. ഗുഡ് നൈറ്റ് ജോക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലെ നീ വിഷമിക്കണ്ട, നേരെ കിടന്ന് ഉറങ്ങും. ടാബ്ലറ്റ്സ് എല്ലാം ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. മുമ്പ് ഉറങ്ങണം. ഗുഡ് നൈറ്റ്.